വെടിവെച്ച് വീഴ്ത്താനുള്ള ഐറ്റം ഒന്നും അല്ലെന്നേ അത്. വെറും മൂന്നാംകിട ഗുണ്ട, പാർട്ടി വളർത്തിയ കുറ്റവാളി. ദേ ഇത്രയേ ഉള്ളൂ അർജുൻ ആയങ്കിയുടെ കാര്യം. പോലീസ് ഒരു രാത്രി ഒന്ന് രംഗത്തിറങ്ങിയപ്പോൾ റീൽസ് ഹീറോയ്ക്ക് പൂട്ടുവീണോ? നിയമവാഴ്ചയെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പോലീസ് പൊക്കിയത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആയങ്കിയെ കണ്ണൂർ സൈബർ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എറണാകുളം ഊന്നുകൽ പോലീസ് തിങ്കളാഴ്ച അപേക്ഷ നൽകും. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിമിനൽ കേസിലെ പ്രതി അർജുൻ ആയങ്കി ഒടുവിൽ അഴിക്കുള്ളിലായി. ഇയാളെ കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും അർജുൻ ആയങ്കിക്കായി വ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വഴിതെറ്റിച്ചും അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ചുമാണ് അർജുൻ ആയങ്കി ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നത്. തളിപ്പറമ്പിൽ അർജുൻ ആയങ്കി ഉണ്ടെന്ന വിവരമറിഞ്ഞ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രദേശം. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ഫ്ളാറ്റ് വളഞ്ഞ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആയങ്കിയെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇയാൾ അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെയും പിന്നീട് പോലീസ് ഇവിടേക്ക് എത്തുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒളിവിൽ കഴിയാൻ സഹായിച്ച കൂടുതൽ ആളുകളെ കുറിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്ന് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് വ്യക്തമാക്കി. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച് അതിക്ക് വേണ്ടി സപ്പോർട്ടുകൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ട്രാൻസ്പോർട്ടും പിന്നെ താമസിക്കാനും ഫുഡും മറ്റേ എല്ലാം കൊടുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് നമ്മളത് വിശദമായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് തീർച്ചയായിട്ട് അങ്ങനെ ഹാർബറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഈ പറയുന്ന പ്രതിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കും. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് ഹാജരാക്കിയത്. തുടർന്ന് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. അർജുൻ ആയങ്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പെട്ടയാളാണെന്നും ജാമ്യം ലഭിച്ചാൽ നിയമവ്യവസ്ഥയെ നിസ്സാരവൽക്കരിച്ച് കുറ്റകൃത്യം ആവർത്തിക്കുമെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടത്തും. ആയങ്കിക്ക് ജാമ്യം ലഭിച്ചാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രചോദനമാകും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തേണ്ടതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അർജുൻ ആയങ്കിയുടെ അഭിഭാഷകർ കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടില്ല. സൈബർ പോലീസ് കണ്ണൂർ എടുത്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിനടുത്ത ദിവസങ്ങളിലായിട്ട് ജാമ്യാപേക്ഷ നൽകുന്നതാണ്. കോതമംഗലം പോലീസിന് പ്രൊഡക്ഷൻ വാറണ്ട് വന്നിട്ടാണ് അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ തുടർ നടപടികൾ പോലീസാണ് ചെയ്യുന്നത്. നിലവിൽ 3 കേസുകളിലോളം അദ്ദേഹത്തിന് നോൺ ബെയിൽ ഓഫൻസ് ഉണ്ട്. അർജുൻ ആയങ്കിയെ തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിൽ അടച്ചു. കൊടും ക്രിമിനലായ അർജുൻ ആയങ്കിയെ ഒടുവിൽ പിടികൂടാനായത് ആഭ്യന്തരമന്ത്രിക്കും വകുപ്പിനും ആശ്വാസമായി. മന്ത്രിയെ വെല്ലുവിളിച്ച ആയങ്കിയുടെ ഒളിച്ചുകളി പോലീസിനാകെ നാണക്കേടായിരുന്നു. സംസ്ഥാന വ്യാപകമായി 23 കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.